ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ ഞായറാഴ്ചയാണ്, ഇന്ന് മീനൊന്നുമില്ല. അതുകൊണ്ട് ഉണക്കമീൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണക്കമത്തി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് കോവയ്ക്കായും ചേമ്പും കൂടാണ്. ഇത് മാങ്ങ, പുളിയില്ലാത്ത മാങ്ങയാണ്, അതുകൊണ്ട് ഇത്രയും മാങ്ങ ഇടുവാണ്. പുളി തീരെ കുറവാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്, കോവയ്ക്കായും വഴുതനങ്ങായും. ഇനി ഒരു തക്കാളിക്ക തൊലിയൊക്കെ ചെത്തി വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് അരച്ചുകൊണ്ട് വരാം. നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഇനി ഇതിലേക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മതി. മീനിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ഇടാൻ. കുറച്ചിട്ട് കൊടുക്കുക. കഷ്ണത്തെ പിടിക്കാനുള്ള ഉപ്പ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വയ്ക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്ര ഇഞ്ചി ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഉലുവാപ്പൊടി. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം. മീൻ നമ്മൾ അരപ്പെല്ലാം നല്ലതായിട്ട് തിളച്ചതിന് ശേഷമേ മീനിടത്തുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പുളി നോക്കിയപ്പോൾ പുളി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം പുളി ഇടുവാണ്. ചെറിയ ഒരു കഷ്ണവും വലിയൊരു കഷ്ണവും. അത്രയും കഷ്ണങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെല്ലാം പിടിക്കണം. പുളി കുറവുള്ള മാങ്ങയായിരുന്നു, അതുകൊണ്ടാണ് പുളി ഇട്ടത്. ഇനി നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റട്ടെ. മീനിട്ട് കൊടുക്കാം. ആദ്യമേ മീനിട്ടാൽ ഉണക്കമീനല്ലേ, പൊടിഞ്ഞു പോവും. അല്ലെങ്കിലും പൊടിയും. പക്ഷെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഉണക്കമീൻ കറി നമുക്ക് കഴിക്കാം. ഉണക്കമീൻ കറിക്കകത്ത് നമ്മുടെ കോവയ്ക്ക ഇടുന്നത് വളരെ ടേസ്റ്റാണ്. ആ ഉപ്പും എല്ലാം അതിലങ്ങ് പിടിക്കും. വഴുതനങ്ങായും നല്ലതാണ്. അപ്പം ഇനി ഇതൊന്ന് തിളച്ച് പറ്റി നമുക്ക് കടുക് വറുത്തെടുക്കാം. നമുക്ക് മീൻ കറി ഒന്ന് നോക്കാം. എല്ലാം വെന്ത് പറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിക്ക. നമുക്കിത് ലാസ്റ്റിൽ പറക്കി കഴിക്കാനാണ്. ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി അതിലേക്ക് ഒഴിക്കാനുള്ള കടുക് നമ്മളിവിടെ താളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡിയായി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പി ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല ടേസ്റ്റും ഗുണവും മണവും ഉള്ള ഒരു നല്ല ഉണക്കമീൻ കറിയാണ്, മത്തിക്കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം. വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.